ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എന്റെ പേര് പോളി ജോസഫ്. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം ഇടയനും ആടുകളും. ഏകദേശം 11,000 BC-യിലാണ് ആടുകളെ ഒരു ഡൊമസ്റ്റിക് ആനിമലായി മനുഷ്യൻ വളർത്തുവാൻ തുടങ്ങിയത്. പാലിനും മാംസത്തിനും കമ്പിളിക്കും വേണ്ടിയായിരുന്നു ഇത്. എല്ലാ മതങ്ങളിലും ആടിനെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ഇസ്ലാം മതത്തിലും യഹൂദ മതത്തിലും പാർസികളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ആടുകളെ ബലിയുമായി ബന്ധപ്പെടുത്തി നാം കാണുന്നു. ഏകദേശം 500 തവണയാണ് ബൈബിളിൽ ആടുകളെക്കുറിച്ച് പറയുന്നത്. ഏബലും അബ്രഹാമും ഇസഹാക്കും മോശയും യത്തോയും ഡേവിഡും ആമോസും ലാബാനും ഇടയന്മാരായിരുന്നു. ഇതിൽ നല്ല ഇടയൻ യേശുക്രിസ്തുവാണ്. യോഹന്നാൻ 10:11. ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. യോഹന്നാൻ 1:29. സ്കേപ്പ് ഗോട്ട് അഥവാ പാപങ്ങളേറ്റ് മരുഭൂമിയിലേക്ക് പോകുന്ന ആടിനെ കുറിച്ച് നാം ലേവ്യരുടെ പുസ്തകം 16-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ കാണുന്നു. നമുക്ക് വേണ്ടി പാപങ്ങളേറ്റ് മരിച്ച കുഞ്ഞാട്. ഇതാ ആ കുഞ്ഞാടിന്റെ വിവാഹത്തിൽ പങ്കെടുക്കുവാൻ യോഗ്യരായിട്ടുള്ളവർ അങ്ങോട്ട് കടന്നു ചെല്ലുന്നത് വെളിപാട് 19-ാം അധ്യായത്തിൽ കാണുന്നു. കുഞ്ഞാടിന്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിക്കുന്ന ശ്രേഷ്ഠന്മാരെ വെളിപാട് 7:17 കാണുന്നു. ഈശോ സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുമ്പും ഈ ആടുകളെക്കുറിച്ച് തന്നെയാണ് പ്രതിപാദനം. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം 17-ാം വാക്യം പത്രോസിന് പറയുന്നു, നീ എന്റെ കുഞ്ഞാടുകളെ നോക്കുക. നഷ്ടപ്പെട്ടു പോയ ഒരാടിനു വേണ്ടി 99 ആടുകളെ വഴിയിലിട്ടിട്ട് അന്വേഷിച്ചിറങ്ങുന്ന നല്ല ഇടയനെ നാം കാണുന്നു. ലൂക്ക 15:7. പ്രിയപ്പെട്ടവരെ, ആടുകൾക്ക് തന്റെ ഇടയന്റെ സ്വരം ശ്രവിക്കാൻ സാധിക്കുന്നുവെന്നുള്ളത് സയന്റിഫിക്കായി പ്രൂവ് ആയിട്ടുണ്ട്. നാം ആടുകൾ ആയിരിക്കെ നാം നമ്മുടെ ഇടയനായ യേശുക്രിസ്തുവിന്റെ സ്വരം ശ്രവിക്കുന്നുണ്ടോ? എന്റെ ആടുകൾ എന്റെ സ്വരം ശ്രവിക്കുന്നു എന്ന് യേശു പറയുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ ഇടയനോട് അടുത്ത് നിൽക്കുവാൻ നമുക്ക് ശ്രമിക്കാം. ആടുകളെ നല്ലപോലെ നോക്കാത്തവരെ വഴക്ക് പറയുന്ന ഭാഗം എസെക്കിയേൽ 34-ാം അധ്യായത്തിൽ നാം കാണുന്നു. നല്ല ഇടയനായ യേശുക്രിസ്തു തന്റെ അവസാന വിധിയിൽ നന്മയും തിന്മയും ചെയ്തവരെ വേർതിരിക്കുന്ന ഭാഗത്തും മത്തായി 25:35 മുതൽ 45 വരെ ആടുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നു. നന്മ ചെയ്ത് നല്ല ആടുകളായി ജീവിക്കാം. ദൈവം അതിനുള്ള കൃപ നമുക്ക് തരട്ടെ. നല്ല ഇടയനായ ഈശോ തന്നെ നമ്മെ അതിലേക്ക് നയിക്കട്ടെ.